ജോസഫ് അന്നംകുട്ടി ജോസിൻ്റെ ടോക്ക് പലപ്പോഴും കേൾക്കാറുണ്ട്. അതിൽ അദ്ദേഹം സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്: ഈ സ്നേഹത്തിൽ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരോട് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അയാളെ തലകുനിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മുമ്പിൽ ആരും തലകുനിച്ച് നിൽക്കരുത്. തല ഉയർത്തി നിൽക്കാൻ അവരനുവദിക്കുക. അവർ ചെയ്യുന്ന തെറ്റായിരിക്കാം, അവർ ചെയ്യുന്നത് നമുക്കെതിരായിരിക്കാം. പറ്റുമെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോവുക. അവരെ തലകുനിയാൻ അനുവദിക്കാതിരിക്കുക. അവർ തല ഉയർത്തി തന്നെ നിൽക്കട്ടെ. അവരാരുടെ മുമ്പിൽ സോറ് ചോദിക്കാതിരിക്കട്ടെ. നമ്മൾ തോറ്റ് മാറിക്കൊടുത്താലും അവർ ജയിച്ചല്ലോ. അതാണ് സ്നേഹത്തിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം. ഇത് പറയാൻ കാര്യം, ഇത് ജീവിച്ചു കാട്ടിയ ഒരാളാണല്ലോ ക്രിസ്തു. യേശു മരണത്തിന് തൊട്ടുമുമ്പ് പറയുന്ന വാക്കുകളാണ് നമ്മളിന്ന് ഗോസ്പലിൽ കാണുന്നത്. അതിൽ യേശു പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വഴിക്ക് ചിതറി ഓടിപ്പോവും. സമയം അടുത്ത് വരുന്നുണ്ട്, നിങ്ങൾ ഓടിപ്പോവും. എന്ന് വെച്ചാൽ മരണം അടുത്ത് വരും മുമ്പ് യേശുവിനെ വിട്ട് എല്ലാവരും ചതിച്ചും വഞ്ചിച്ചും ഓടിക്കളയുന്നൊരു കാര്യം യേശു നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ നടക്കാൻ പോകുന്നൊരു കാര്യം എന്തിനാണ് യേശു നേരത്തെ പറഞ്ഞേ? ഒറ്റ ഉത്തരേ ഉള്ളൂ: ചെയ്യുന്ന തെറ്റിനെ ഓർത്ത് പിന്നെ അവർ തലകുനിച്ച് നിൽക്കരുത്. അവർ സോറ് ചോദിച്ച് റിഗ്രറ്റ് ചെയ്യരുത്. ഒറ്റ കാര്യത്തിലുണ്ട് യേശു പറഞ്ഞത്. നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. പിന്നീട് അവർ ഓർക്കും, എന്നാൽ യേശുവിൻ്റെത് ചെയ്തല്ലോ. ഇങ്ങനെ ഓർത്ത് ഒരിക്കലും വിഷമിക്കരുത്. അതിനുവേണ്ടി യേശു വളരെ കൃത്യമായിട്ട് പറഞ്ഞു: നിങ്ങളിതൊക്കെ ചെയ്യും, എനിക്കിതൊക്കെ അറിയാം, നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ ചെയ്തു പോകുന്ന ചില കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടരുത്, തലകുനിച്ച് നിൽക്കരുത്. ചില ധ്യാന കേന്ദ്രങ്ങളിലും ധ്യാന ഗുരുക്കന്മാരൊക്കെ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു മെത്തഡോളജി എന്ന് വെച്ചാൽ പാപത്തിൻ്റെ പേര് പറഞ്ഞ് മനുഷ്യരെ തലകുനിക്കാൻ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. വല്ലാണ്ട് വേദനയിലേക്കും നിരാശയിലേക്കും തള്ളിവിടുക എന്നുള്ളതാണ്. ഞാനതിന് പൂർണ്ണമായും എതിർക്കുന്ന ഒരാളാണ്. കാര്യം, ഏതൊരു പാപിയെയും കുഴപ്പമില്ല പോട്ടെ എന്ന് പറഞ്ഞൊരു ദൈവം നമുക്കുള്ളപ്പോൾ ആ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ചെയ്തു പോയ വീഴ്ചകളെ ഓർത്തോ, ജീവിതത്തിൽ വന്നുപോയ സങ്കടങ്ങളെ ഓർത്തോ, ജീവിതത്തിൻ്റെ മാനുഷികമായ തലത്തിൽ നിന്ന് അതിനെ വല്ലാണ്ട് പാപമാണെന്നൊക്കെ ചിത്രീകരിച്ച് വ്യാഖ്യാനിക്കുന്നവരെയൊക്കെ ഓർത്ത് എനിക്ക് വല്ലാണ്ട് സങ്കടമാണ്. അങ്ങനെയൊന്നും ചെയ്തവനല്ല ദൈവം. ഒരാൾ ഏറ്റവും പാവത്തിലേക്കാണെന്ന് അറിയുമ്പോഴും തല ഉയർത്തി അവരെ നിൽക്കാൻ പഠിപ്പിച്ച ഒരു ദൈവം നമുക്കുള്ളപ്പോൾ സ്നേഹത്തിന് വ്യാഖ്യാനം എന്തേ ഉള്ളൂ: തെറ്റ് ചെയ്ത ഒരാളെ തലകുനിക്കാൻ അനുവദിക്കാതിരിക്കുക, അവരെ ധൈര്യപൂർവ്വം തല ഉയർത്തി നിൽക്കാൻ പഠിപ്പിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.